അഭിഷേക് ടിക്കറ്റ് ഫിനാലെ ജയിച്ചിട്ട് ലാലേട്ടൻ അധികം പ്രശംസിച്ച് കണ്ടില്ല, അല്ലെങ്കിൽ കൊടുക്കേണ്ട ലെവൽ ഒരു അപ്രിസിയേഷനോ അംഗീകാരമോ ഒന്നും കൊടുക്കുന്നത് കണ്ടില്ല. കഴിഞ്ഞ സീസണിൽ നാദ്ര ജയിച്ചപ്പോ അല്ലെങ്കിൽ സീസൺ 4 ബ്ലസ്ലി ജയിച്ചപ്പോ കിട്ടിയതിന്റെ പകുതിയുടെ പകുതി പോലും അംഗീകാരം അഭിഷേകിന് കിട്ടിയില്ല. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത്രയേറെ ഗ്രൂപ്പിസം വന്നിട്ടുള്ള ഒരു ടിക്കറ്റ് ഫിനാലെ ഒരു സീസണിൽ നിന്നല്ല ഒരു ലാംഗ്വേജിലും ഉണ്ടായിട്ടില്ല. നാദ്ര ആയാലും ബ്ലസ്ലി ആയാലും ഒക്കെ വളരെ സെൽഫിഷ് ആയിട്ടാണ് ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങൾ കളിച്ച് ജയിച്ചത്. ടിക്കറ്റ് ഫിനാലെ കളിക്കുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ കളിക്കേണ്ടത്. വാശിയോടെ സ്വന്തം നേട്ടത്തിനായിട്ട് കളിക്കണം. അല്ലാതെ ഋഷി അഭിഷേകിനെ സായിയും പറ്റി പറഞ്ഞ പോലെ ഔദാര്യം പറ്റാനായിട്ട് നിൽക്കരുത്. അഭിഷേക് ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച് ജയിച്ചത് ആകെ മറ്റേ കയ്യാലപ്പുറത്ത് എന്ന് പറയുന്ന ഒരു ടാസ്കിൽ മാത്രമാണ്. ഗോൾഡൻ റാബിറ്റിൽ സായിയുടെ സഹായം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ടാസ്കിലൊക്കെ 2 പോയിന്റും 1 പോയിന്റും ഒക്കെയാണ് കിട്ടിയത്. 2 ടാസ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച് ജയിച്ചവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഫേവറിസത്തിൽ കളിച്ച് ജയിച്ച ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നത്. അഭിഷേകിന്റെ നേട്ടത്തെ ചെറുതായിട്ടൊന്നും അല്ല ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ കുറെ കൂടി ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ആ ഒരു നേട്ടത്തിന് വില ഉണ്ടായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ആദ്യത്തെ ടാസ്കിൽ തന്നെ സായിയുടെ ഔദാര്യത്തിൽ ജയിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിപ്പോയി. അഭിഷേകിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഋഷി വരെ ആ ഒരു സാധനം പറഞ്ഞു. ഋഷി വരെ ആ ഒരു അങ്ങനെ ഒരു സാധനം പറഞ്ഞെങ്കിൽ പ്രേക്ഷകർ എന്തൊക്കെയായിരിക്കും പറയുന്നത്? നമ്മൾ നോക്കുമ്പോ എല്ലാം നോക്കണമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നാദ്രയ്ക്ക് കിട്ടിയ പോലെ ഒരു സ്പെഷ്യൽ പ്രാങ്കും പിന്നെ ടിക്കറ്റ് ഫിനാലെ എന്ന് എഴുതിയ ഒരു ബാനറും ഒന്നും അഭിഷേകിന് കിട്ടാതിരുന്നത്. ഇത്രയേറെ ഗ്രൂപ്പ് ഗെയിം വന്നൊരു ടിക്കറ്റ് ഫിനാലെ ഒരു ലാംഗ്വേജിലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കറക്റ്റ്.